welcome to our new video. Welcome to our Golden Surprise YouTube channel. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ തായ്ലാൻഡ് വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ തായ്ലാൻഡിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ടൈഗർ ട്രോപ്പിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈഗർ ട്രോപ്പിൽ ടൈഗർ ഷോ ഉണ്ട്, ടൈഗറിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ ഭാഗങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫുൾ ടീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ടൈഗർ ഷോ ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. പിള്ളേരൊക്കെ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ് ടൈഗർ ഷോയും ഫോട്ടോ സെഷനും ഒക്കെ വേണ്ടി. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നേരെ ഈ ടൈഗർ ട്രോപ്പിയിലേക്ക് വരുവാണ് ചെയ്തത്. നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ ആ കിടക്കുന്നത്. അവിടുന്ന് 2 hours ജേർണി ഉണ്ട് ഈ പട്ടായയിലേക്ക്. നമുക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടി കേട്ടോ. എല്ലാവരുടെ മേത്തിലും ഇങ്ങനെ ഒട്ടിക്കണേ. ഇവരെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആ ചേട്ടൻ ഒരു ഡ്രൈവർ കം ഗൈഡാണ്. ആ ചേട്ടനാണ് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു തന്നത്. പിന്നെ പുള്ളിയാണ് നമ്മളെ എവിടെ പോകണം അങ്ങനെയുള്ള ഗൈഡിങ് എല്ലാം ചെയ്യുന്നതും പുള്ളി തന്നെയാണ്. ഞങ്ങൾ ഒട്ടിച്ച് നിൽക്കുകയാണ്. ഇതാണ് പാർക്ക്. പാർക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ കൂട്ടവും ഉണ്ട്. നമുക്കതിനകത്ത് കയറി നോക്കാം. ആദ്യം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അത് ഇവിടെയാണ്. എന്നിട്ടാണ് നമ്മൾ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് കഴിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ കുറേ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇവിടെ കുറേ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പൂരി, ഉപ്പുമാവ്, ചപ്പാത്തി ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. തായ്ലാൻഡിൽ വന്നു, ചായ കിട്ടുകയായിരുന്നു വിചാരിച്ചു. ചായ കിട്ടി. നല്ല ചായയാണ്. ചെറിയ ഗ്ലാസ്സിലാണ്. പിന്നെ ഫ്രൂട്ട്സാണ്. എല്ലാം നല്ല സൂപ്പറായിരുന്നു. ദോശ, ചപ്പാത്തി, പൂരി, ഉപ്പുമാവ്, പിന്നെ ഫ്രൂട്ട്സ്, ചായ ആണെങ്കിൽ ഒന്നാം തരം ചായ. വളരെ അടിപൊളിയായിരുന്നു. ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചായ സൂപ്പർ. കാപ്പിയുണ്ട്, എല്ലാം അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറെ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് ടൈഗർ ട്രോപ്പിയുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റ് ആണ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ ടൈഗറിന്റെ കുറെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് താത്തച്ഛന് ഇവരുടെ എല്ലാവരുടെയും ഡ്രസ്സ്? അടിപൊളിയല്ലേ? ഞങ്ങൾ തായ്ലാൻഡ് ബേസ്ഡ് സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ഞങ്ങൾ പോകാൻ പോകുന്നത് ഈ ടൈഗർ ഫോട്ടോ വിത്ത് ബിഗ് ടൈഗർ ആൻഡ് ക്രോക്കഡൈൽ ഷോ ആണ്. ഇത് നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടൈഗർ ട്രോപ്പിൽ പോവുക കേട്ടോ. നമ്മൾ ഈ വെഹിക്കിളിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്തുനിന്ന് കുറച്ച് ദൂരം ഈ ബാറ്ററി വെഹിക്കിളിൽ പോകണം. അപ്പോഴാണ് നമ്മൾ ഈ ടൈഗറിന്റെ സ്ഥലത്ത് എത്തുന്നത്. ഈ ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ടിക്കറ്റ് ഒക്കെ ഈ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മളിപ്പോൾ ഈ ടൈഗർ ട്രോപ്പിൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഈ ഒരു ബോർഡ് ഉണ്ട്, ഫോട്ടോ വിത്ത് ജയന്റ് ക്രോക്കഡൈൽ ഉണ്ട്, ടൈഗർ ഷോ ഉണ്ട്, ക്രോക്കഡൈൽ ഷോ ഉണ്ട്, ഫോട്ടോ വിത്ത് ബേബി ടൈഗറും ബേബി ലയണും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇതെല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ജനലിൽ കൂടെ
ടൈഗറിനെ കണ്ടത് വലിയ മുട്ടൻ ടൈഗറാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാം. ആദ്യം ഫോട്ടോ എടുക്കാൻ കയറിയത്. ഈ ടൈഗർ ഭയങ്കരമായിട്ട് റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ പേടിക്കൊന്നും വേണ്ട, കാരണം ഇതിന് ഈ ചെയിൻ വെച്ച് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ട്രെയിനേഴ്സ് ഉണ്ട്, അവര് ഈ ടൈഗറിനെ കൺട്രോൾ ചെയ്തോളും. അപ്പൊ നമുക്ക് ഈ ടൈഗറിന്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, കിടന്ന് ഫോട്ടോ എടുക്കാം, വാല് പിടിച്ച് ഫോട്ടോ എടുക്കാം. ഈ ടൈഗർ നമ്മളെ ഒന്നും ചെയ്യൂല കേട്ടോ. ചേച്ചി കഴിഞ്ഞ് ഞാനാണ്, എനിക്ക് അറിയത്തില്ല, കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പേടിച്ചാട്ടോ ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ അടുത്ത് വന്നപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഈ ടൈഗർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ ട്രെയിനേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഇതിന്റെ വാല് പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതിന്റെ വാലിന് ഭയങ്കര വെയിറ്റ് ആണ്. പിന്നെ എന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളി ഫോട്ടോസ് കിട്ടും. ഞങ്ങൾ എല്ലാവരും ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുത്ത് അടിപൊളി. അതിന്റെ വാല് പൊക്കി, അതിന് ഭയങ്കര കനമാണ്. ഇപ്പൊ മണിയമ്മൂമ്മയുടെ കഴിഞ്ഞു, അടുത്ത ആള് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ഇതുവഴി നോക്കിയാൽ കാണാം, അടുത്തത് ഇതുവഴി നോക്കിയാൽ കാണാം ടൈഗർ അവിടെ കിടക്കുന്നത്. നമുക്ക് അതിന്റെ വാല് പിടിച്ച് ഫോട്ടോ എടുക്കാം, കിടന്ന് ഫോട്ടോ എടുക്കാം, ഇഷ്ടമുള്ള രീതിയിൽ ഫോട്ടോ എടുക്കാവേ. തത്തച്ചിക്ക് ഒട്ടും പേടിയില്ല കേട്ടോ. തത്തച്ചി നേരെ തലോടുവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പോകുന്നപ്പോ തത്തച്ചിക്ക് ഭയങ്കര പേടിയായി ഇതിനോട് ഫോട്ടോ എടുക്കാന്നാണ് കേട്ടോ പറഞ്ഞേ. തത്തച്ചി അതിന് തലോടി വാലയിലൊക്കെ പിടിക്കുവാണ് കേട്ടോ. ഇനി അടുത്ത ശരത്തമ്മാവനാണ് എടുക്കാൻ പോകുന്നത്. ശരത്തമ്മാവൻ ഒട്ടും പേടിയില്ല കേട്ടോ. ശരത്തമ്മാവൻ നല്ല കൂളായിട്ട് ഇരുന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അടുത്ത തത്തച്ഛനാണ്. തത്തച്ഛൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. തത്തച്ഛന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. പതുക്കെ തൊട്ട് നോക്കിയൊക്കെ തിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാരും ടൈഗറിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മള് ടൈഗർ ഷോ കാണാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ടൈഗർ ഷോ കാണാൻ വേണ്ടി ഇതിനകത്തേക്ക് കേറാൻ പോവാണേ. ഫ്രണ്ട്സ്, അപ്പൊ ഇവിടെയാണ് ടൈഗർ ഷോ നടക്കുന്നത്. ഈ ടൈഗറിന്റെ ട്രെയിനർ വന്ന് നമ്മളെ വെൽക്കം ഒക്കെ ചെയ്യുവാണ് കേട്ടോ. കൊറേ ടൈഗേഴ്സ് വന്നിട്ടുണ്ട്. 3 എണ്ണാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കൂടിനകത്തായിട്ടാണ് ഇതുങ്ങളെ ഇട്ടിരിക്കുന്നത്. എല്ലാ 3 എണ്ണം അതിന്റെ സീറ്റ് കയറി ഇരുന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ടൈഗറിന്റെ ട്രിക്കുകളും ഷോ ഒക്കെ കാണാനായിട്ട്. ഇത് കണ്ടോ, ആ ടൈഗർ ഈ ട്രെയിനർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാണേ. ഒരു ടൈഗർ ആയിരുന്നെങ്കിൽ അതിന്റെ സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ഓരോ ടൈഗറിനും ഓരോ ടാസ്ക് ഉണ്ട്. അങ്ങനെയാണ് ഇതുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടൈഗർ അതിന് ടാസ്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് ടൈഗർ ഷോയിലും ക്രോക്കഡൈൽ ഷോയിലും ടിക്കറ്റ്. അപ്പൊ ടൈഗർ ഷോയും ക്രോക്കഡൈൽ ഷോയും പിന്നെ ഈ ഫോട്ടോ എടുക്കാനുള്ള ടിക്കറ്റ് എല്ലാം നമ്മുടെ ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ആ ടൈഗർ ആ
കളിക്കുവാണ് കേട്ടോ. ദേ ഈ ടൈഗറിനെ കണ്ടോ? എല്ലാ ടൈഗറിനെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. പൊളിയായിരുന്നു ടൈഗർ ഷോ, സൂപ്പറായിരുന്നു. കുറേ ടൈഗർ ഞങ്ങൾ വിചാരിച്ചു 1-2 ഉള്ളെന്ന്. പിന്നെ ഓരോന്നോരോന്നിറങ്ങി 5-8 എണ്ണം ഉണ്ടായിരുന്നു. അൺബിലീവബിൾ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. സർക്കസ് കാണുന്ന പോലെ ഒരു സർക്കസ് അല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ക്രോക്കഡൈൽ ഷോ നടക്കുന്ന അവിടേക്ക് പോവാൻ പോവാണ് ഫ്രണ്ട്സ്. നമ്മൾ ടൈഗർ ഷോ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ ക്രോക്കഡൈൽ ഷോ കാണാനാണ് പോകുന്നത്. ദേ എല്ലാ ക്രോക്കഡൈലും വാ പൊളിച്ചൊക്കെ കിടക്കുവാണ് കേട്ടോ. ഇനി ഇതുങ്ങളെ കൊണ്ട് എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ ക്രൊക്കഡൈൽ ഷോ 11:20 തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ദേ ക്രോക്കഡൈൽ ഷോയിന് ട്രെയിനർ വന്നിട്ടുണ്ട്. ക്രോക്കഡൈൽസിന്റെ മേത്തെല്ലാം വെള്ളം തെറിപ്പിക്കുവാണ്. മുതലയുടെ എല്ലാം വാലയിലൊക്കെ പിടിച്ച് നീക്കി ഇടുവാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ 3 മുതലകൾ കിടപ്പുണ്ട്. ഒരു മുതല കോർണറിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ട്രെയിനർ ആ മുതല എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അതിന്റെ വാല് പിടിച്ച് പൊക്കി എടുക്കുവാണ് കേട്ടോ. അതിനെ വലിച്ചോണ്ട് വരുവാണ്. അത് കുറച്ച് മടിയനാണ് കേട്ടോ ആൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിനെ വെള്ളത്തിൽ കൂടി വലിച്ചോണ്ട് വരുവാണ്. അത് പെടയ്ക്കും കൂടിയാണ് കേട്ടോ. ട്രെയിനർ ഒരു വടിയും കൊണ്ട് മുതലയുടെ വായൊക്കെ പൊളിക്കുന്നുണ്ട്. ഇനി വായിക്കകത്ത് തല വല്ലതും വെക്കാനാണോ എന്ന് അറിയത്തില്ല. ദേ പിന്നെ ഇവിടെ ഇവരുടെ തായ് ലാംഗ്വേജിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാലും ഷോ കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടോ മുതലയുടെ വായിക്കാതെ സ്കിൻ ഇങ്ങനെ പൊക്കുകയും താത്തുകയും ചെയ്യുന്നത്. വടി വെച്ച് ഇളക്കുവാണ് കേട്ടോ അതിന്റെ വായിക്കകത്തൊക്കെ. ഫ്രണ്ട്സ്, ഇത് ഭയങ്കര സംഭവമാണ്. ആ ചേട്ടൻ തെന്നി വന്നിട്ട് മുതലയുടെ വായിക്കകത്ത് തല വെച്ചേട്ടോ. അടുത്തതായിട്ട് മുതലയുടെ വായിക്കകത്ത് കൈ ഇടാൻ പോവാണ് കേട്ടോ. കൈ ഇട്ടു. ആ ചേട്ടനെ കടിക്കാഞ്ഞത് ഭാഗ്യം. ഇതുപോലെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്രോക്കഡൈൽ ഷോയും കഴിഞ്ഞു. ഇനി ഇവിടെ ടിക്കറ്റ് എടുത്തിരിക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ക്രോക്കഡൈൽ ഷോ? ഫ്രണ്ട്സ്, ഇവിടെ ഒരു ക്യൂട്ട് ആടുണ്ട് കേട്ടോ. ഇവിടെ ആടിന്റെ ഒരു കൂടാണുള്ളത്. കറുത്ത ആട്, വെള്ള ആട്, എന്ത് രസാന്ന് നോക്കിയേ. അത് നമ്മുടെ അടുത്തേക്ക് വരുവാണേ.
ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ക്യൂട്ട് ബേബി ടൈഗറിനെ കണ്ടു കേട്ടോ. അത് ഭയങ്കര ക്യൂട്ട്. ഓ, ഇത് നല്ല ക്യൂട്ടാണത്. ഫ്രണ്ട്സ്, നമുക്ക് ഈ ബേബി ടൈഗറിനെ വേണമെങ്കിൽ കയ്യിലിരുത്തി പാലൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ അതിനും സെപ്പറേറ്റ് ടിക്കറ്റ് വേണം. നിങ്ങൾ ഇത് വരുവാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഫ്രണ്ട്സ്, ഈ ബേബി ടൈഗർ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇതിന് കളിക്കാൻ ഇവിടെ ടോയ് കാറൊക്കെ ഉണ്ട്. ദേ അത് കിടന്ന് ചാടുവാണ് അതിന് പാല് കൊടുക്കാൻ വേണ്ടി. ഇവിടെ ലയനും ഉണ്ട് ടൈഗറും ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഏതിന്റെ കൂടെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. ദേ ആ കിടക്കുന്നതാണ് കേട്ടോ ലയൺ. ദേ ഇവിടെ ഒരു ലയൺ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ പട്ടായയിലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മള് ടൈഗർ ടോപ്പിയിൽ പോയല്ലോ. അവിടെ ചെന്നിട്ട് നമ്മൾ ടൈഗർ ഷോ കണ്ടു, ക്രോക്കഡൈൽ ഷോ കണ്ടു, പിന്നെ ടൈഗേഴ്സിന്റെ കൂടെ ഫോട്ടോയും എടുത്തു. ഇനി നമ്മൾ പോവാൻ പോകുന്ന ആർട്ട് ഇൻ പാരഡൈസിലേക്കാണ്. അതൊരു ഇല്യൂഷൻ മ്യൂസിയം ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ റോഡൊക്കെ കണ്ടോ, ഒട്ടും ട്രാഫിക് ഒന്നുമില്ല. ഭയങ്കര വീതിയുള്ള റോഡാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ടോൾ ഗേറ്റ് ആണ് കേട്ടോ. നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ടോൾ ഗേറ്റ് ഉള്ളത്. നമ്മുടെ അവിടെയുള്ള എക്സ്പ്രസ് ഹൈവേ പോലെ ആയിട്ടാണ് ഇവിടുത്തെ റോഡ് ഒക്കെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നല്ല വീതിയൊക്കെ ഉണ്ട്, ട്രാഫിക്കും ഇല്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോ പോകുന്ന വാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാൻ. നമ്മളിപ്പോ പോകുന്ന പോലത്തെ തന്നെയുള്ള വാനാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരെണ്ണം കണ്ടില്ലായിരുന്നോ, അതും ഇവിടെ ഇതുപോലത്തെ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ വാൻ. കാരണം നല്ല സ്പേഷ്യസും ആണ്. പിന്നെ കുറേ പേർക്ക് ഇതിൽ ഇരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആർട്ട് ഇൻ പാരഡൈസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോവും. അവിടെയാണ് നമ്മുടെ ലഞ്ച് ഉള്ളത്. പിന്നെ ആണല്ലോ ഫ്രണ്ട്സ്, ഇവിടെ ഒരു വണ്ടി പോലും ഹോൺ അടിക്കുന്നില്ല. റോഡെല്ലാം ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ. പിന്നെ ഇവര് റോഡിലെ റൂൾസ് ഒക്കെ നന്നായിട്ട് പാലിക്കുന്നുണ്ട്. ഇവര് പോകുന്ന ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഓവർടേക്കിംഗ് ഒന്നും അധികമായിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമ്മൾ കാണാനുള്ളത് ആർട്ട് ഇൻ പാരഡൈസും ഫ്ലോട്ടിംഗ് മാർക്കറ്റും അണ്ടർ വാട്ടർ വേൾഡും ആണ്. പക്ഷെ അതും കൂടെ ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കാം. അപ്പൊ ആ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. പിന്നെ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ ടൈഗറിന്റെ കൂടെ എടുത്ത ഫോട്ടോ ഒക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാൻ കേട്ടോ. ഇത് കണ്ടോ, വണ്ടിയുടെ അകം എല്ലാരും നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്.